ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കേക്ക് നമ്മൾ ശരിക്കും റംസാൻ്റെ ടൈമിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ അപ്പോൾ ബർത്ത്ഡേ കേക്കൊന്നും ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു ഫോൾട്ട് ലൈൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര പേര് ഫോൾട്ട് ലൈൻ കേക്കുമായിട്ട് ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന് കളർ ചെയ്യാനും ചെയ്യാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഒരു ബേസിക് ഫോൾട്ട് ലൈൻ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേക്കിംഗ് ടിന്ന് ഗ്രീസ് ചെയ്യാണ്. ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രീസ് ചെയ്യാനായിട്ട് ഇവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. അതുപോലെ സൈഡ് പോർഷനും ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചൂട്ടായ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടിയിലേക്ക് 6 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നാൽ അത് പെട്ടെന്ന് ആ ഒരു ബിയർ ബബിൾസിൻ്റെ ഫോമിൽ എത്തും. നമ്മൾ ശരിക്കും ഈ ഒരു വീഡിയോ ASMR വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ നോക്കിയിരുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ആയതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു കേക്ക് വ്ലോഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ASMR ടൈപ്പായിട്ട് ചെയ്യും. എത്ര പേർക്ക് ASMR ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. എന്നാലും അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇതാ ബിയർ ബബിൾസിൻ്റെ ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എസൻസും അതുപോലെ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനേഗറാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് സെക്കൻഡ് ടൈമും ആഡ് ചെയ്യാണ് ഒരല്പം ഷുഗർ കൂടെ. ഇതിപ്പോൾ ഈ 1 കപ്പ് തന്നെയാണ് കേട്ടോ കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നത്. നമ്മൾ മുട്ട ഇതുപോലെ പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കേക്ക് ഫ്ലോർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് കേക്ക് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ 1/2 കപ്പിൻ്റെ 3 കപ്പായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ 3 ബാച്ചായിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 1/2 കപ്പിൻ്റെ ആയിട്ട് എടുത്തതാണ് ഞാനിപ്പോൾ ഇതിൽ. അപ്പോൾ കേക്ക് ഫ്ലോർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ബീറ്റ് ചെയ്യരുത് കേട്ടോ. അതായത് ഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബബിൾസ് മൊത്തം പൊട്ടിപ്പോകും. പിന്നെ നമ്മളുടെ കേക്ക് പൊന്തി വരില്ല. അപ്പം 3 ബാച്ചും നമ്മൾ ചേർത്ത് അപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഇനി നമുക്കിതുപോലെ ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ടിന്ന് നന്നായി തട്ടിക്കൊടുക്കാം.
അല്ലെങ്കിൽ ഇതുപോലെ ഒരു പച്ചീർക്കിളിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്കിന് കറക്റ്റ് നമുക്ക് 30 മിനിറ്റ്സ് മതി. അപ്പോൾ ഇങ്ങനെ 2 കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. 2 ടയർ കേക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കേക്ക് ഇതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായി ചൂടൊക്കെ വിട്ട് കഴിയുമ്പോൾ നമുക്കത് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് 1 കപ്പ് ക്രീമാണ് കേട്ടോ. കുറച്ച് മാത്രമേ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്, ക്രം കോട്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഫസ്റ്റുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 7 മിനിറ്റ്സാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബൗളും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്ലെൻഡറിൻ്റെ ആ ഒരു ബ്ലേഡും രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിൽഡ് ബൗളും അതുപോലെ ചിൽഡ് ബ്ലേഡുമാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് 4 മിനിറ്റ്സ് മീഡിയം സ്പീഡിലും ലാസ്റ്റ് 3 മിനിറ്റ്സ് ഹൈ സ്പീഡിലുമാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഐസ്ക്രീമിൻ്റെ വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ഇത് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് 7 മിനിറ്റ്സ് ആയപ്പോൾ നമ്മുടെ ക്രീം ഇതാ നല്ല സ്റ്റിഫായിട്ടുണ്ട്. പുറത്ത് ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു ഐസ് ബാത്ത് വെക്കുന്നത് നല്ലതാണ്. അതിൽ എന്നിട്ട് നമ്മളുടെ ഈ ഒരു ബൗള് ഇറക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ബോർഡിൽ ഇതുപോലെ ഫസ്റ്റ് ക്രീം താഴെ നിന്ന് ആക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആ ഫസ്റ്റിലെ ലെയറിലേക്ക് നമുക്ക് ക്രീം ഇട്ടിട്ട് എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐസിങ്ങിൻ്റെ ആ ഒരു ഫിനിഷിങ് വർക്കൊന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത് ഉണ്ടാവും വീഡിയോ. അപ്പോൾ അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്കുള്ളത് മാത്രമേ ഞാനിതുപോലെ വീഡിയോ എടുത്തിട്ടുള്ളൂ. നമുക്കിതിൻ്റെ മേളിലേക്ക് സെക്കൻഡ് ലെയർ വയ്ക്കാം. അത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേളിൽ ക്രീം ഇടും, പിന്നെ അതിൻ്റെ മേളിൽ ചെറി ഇടും, പിന്നെ ലാസ്റ്റ് ലെയറും വയ്ക്കും. എന്നിട്ട് ക്രം കോട്ട് ചെയ്യുക. പിന്നെ ക്രീം ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കുക. ഈ കേക്കിന് ഐസിങ് ഇടുന്ന വീഡിയോ നമ്മൾ വെളുപ്പിനാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വേറെ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അതാണ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ അത് ക്ഷമിക്കുക. അത്ര മോർണിംഗിൽ എടുക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ. പുറത്തുനിന്നുള്ള ഡേ ലൈറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പം നേരത്തെ നീച്ച് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പം എന്തായാലും അതൊന്ന് ക്ഷമിക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, നമ്മളിവിടെ ക്രീം എടുത്തിട്ടുള്ളത് വിവോ വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിവോ യൂസ് ചെയ്യാം. ഇതിപ്പോൾ കേക്ക് ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവോ എടുത്തത്. പിന്നെ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് കിട്ടുക, നന്നായിട്ട് ഡെക്കറേഷനൊക്കെ നന്നായിട്ട് വരുന്നത് വിവോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വിവോ എടുത്തത്. എനിക്ക് തോന്നുന്നു റിച്ചാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഒരു ബ്ലൂ പാക്കറ്റിൽ വരുന്നത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ക്രീം. അതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്കിങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് വിവോ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിവോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ശരിക്കും 1 കപ്പ് ക്രീമായിട്ടല്ല കേട്ടോ ഈ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2 കപ്പ് ക്രീമാണ് എടുത്തത്. അപ്പോൾ ആദ്യം ക്രം കോട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായതുള്ളൂ. പിന്നെ നമ്മൾ ഡെക്കറേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പിന്നെയും നമ്മൾ എടുത്തിട്ടുണ്ട് ക്രീം. ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് പിങ്ക് വെച്ചിട്ട്, ബേബി പിങ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തത്. കളർ മിക്സ് ചെയ്തത് ശരിയാവാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് മിക്സ് ചെയ്തത്. കാരണം ജസ്റ്റ് ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി ഫ്ലവർ റെഡിയാക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത് കേക്കിൽ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ഇടും. അപ്പോൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഫ്ലവേഴ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ശരിക്കും ഫ്ലവേഴ്സ് കുറച്ച് ഓൾഡ് ഫാഷനാണ്. കേക്കിൽ ഇപ്പം അങ്ങനെ ഫ്ലവേഴ്സ് വരാറില്ല, പക്ഷേ എനിക്ക് ഫ്ലവേഴ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ പല പല ടൈപ്പ് ഫ്ലവേഴ്സ് ഇട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് ഒരു വൈറ്റ് ഡാലിയ ടൈപ്പ് ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഫോൾഡ് ലൈൻ കേക്കാണെന്ന്, അതുകൊണ്ടാണ് ബോർഡർ ഇങ്ങനെ ചരിഞ്ഞു വളഞ്ഞൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അത് നേരാക്കാത്തതുകൊണ്ടല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇനി നമ്മളിതിന് കളർ കൊടുക്കും. ഇപ്പം ഇതിങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നുണ്ടല്ലോ ക്രീം, അവിടേക്ക് നമ്മൾ കളർ ചെയ്യും. നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ബോർഡൊക്കെ ക്ലീൻ ചെയ്യാണ്. അത് കണ്ടോ, ആ ഫോൾഡ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, കളർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഇനി നമുക്കിത് പാക്ക് ചെയ്ത് അയക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതായത് പൈപ്പിംഗ് ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതും ഓരോ ടൈപ്പ് ഡിസൈൻസും ഒക്കെ വേണം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താ അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.